അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് മോർണിംഗ് ഷോ ഇനി വരുന്നത്. ഇന്നൊരു സംവിധായകനാണ് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത്. അതെ, ക്യൂബൻ കോളനി എന്ന സിനിമയുടെ സംവിധായകൻ മനോജ് വർഗീസ് ആണ് ഇന്ന് നമ്മുടെ അതിഥി. ഇനി അതിഥി വിശേഷം കാണാം. ക്യൂബൻ കോളനി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ മനോജ് വർഗീസ് പാറേക്കാട്ടിലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. ക്യൂബൻ കോളനി എന്ന സിനിമയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. അങ്കമാലി ഡയറീസിന് ശേഷം അങ്കമാലി മാത്രം പശ്ചാത്തലമായി ഒരുങ്ങുന്ന സിനിമ. അങ്കമാലി ഡയറീസ് പോലെ തന്നെ 100ഓളം പുതുമുഖങ്ങൾ വേഷമിടുന്ന ചിത്രം, സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിൽ ഒരുങ്ങുന്ന ചിത്രം. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള വലിയ സിനിമയാണ് ക്യൂബൻ കോളനി. ക്യൂബൻ കോളനിയുടെ വിശേഷങ്ങൾ സംവിധായകൻ തന്നെ നമ്മോട് പങ്കുവയ്ക്കും. സ്വാഗതം. താങ്ക് യു. ക്യൂബൻ കോളനി എന്ന പേര് തന്നെ മാസ് സിനിമകൾ, നേരത്തെ വിയറ്റ്നാം കോളനി, അങ്ങനെ ഒരു പേരാണ്. എന്താണ് ക്യൂബൻ കോളനി? ഒപ്പം പുതുമുഖങ്ങളുടെ ഒരു സിനിമ എന്ന നിലയ്ക്ക് കൂടിയാണ് അതിനെ കാണുന്നത്. എന്താണ് ക്യൂബൻ കോളനി? ക്യൂബൻ കോളനി അങ്കമാലിക്കടുത്തുള്ളൊരു സ്ഥലമാണ് ക്യൂബൻ കോളനി. അവിടുത്തെ ഒരു 5 ചെറുപ്പക്കാരുടെ കഥയാണ് ക്യൂബൻ കോളനിയിൽ പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറവും സാധാരണക്കാരായ യുവാക്കളുടെ അവരുടെ സ്ട്രെങ്ത്തും അവരുടെ സൗഹൃദമൊക്കെ ഫീൽ ചെയ്യണ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ക്യൂബൻ കോളനി. അതുപോലെ തന്നെ ഈ 100ഓളം പുതുമുഖങ്ങൾ വരുന്നത്, 2000ഓളം പേരുടെ ഓഡീഷൻ നടത്തിയിട്ടാണ് ഈ സിനിമയുടെ ഒരു ഇതിനകത്തേക്ക് ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തത്. അതൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? പുതിയ ആളുകളെ വെച്ച് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് അങ്കമാലി, എറണാകുളം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളെയാണ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എൻക്വയറി വന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷ ഒരു 500 പേര് 1000 പേരൊക്കെ പ്രതീക്ഷയുള്ളൂ. പക്ഷേ ഓഡീഷൻ നടത്തിയപ്പോൾ 2000ഓളം പേര് വന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് കഴിവുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നമ്മുടെ പടത്തിനാവശ്യമായിട്ടുള്ള ഒരു 100ലധികം ആളുകളെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഡീഷനിൽ കൂടെ തന്നെ. ഈ സിനിമയുടെ ഇപ്പോൾ അരിസ്റ്റോ സുരേഷ് പാടി അഭിനയിച്ച ഒരു പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു മാങ്ങാക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഒരു പാട്ടും അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രമേയം പരമായിട്ടൊരു പ്രത്യേകത? എന്താണ്? യൂത്തിൻ്റെ ഒരു സിനിമയാണോ? ഇപ്പം അങ്കമാലി ഡയറീസ് ഒക്കെ ഒരു വലിയൊരു ചെറിയൊരു കുഞ്ഞു ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ വന്ന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു പടമാണ്. ഇത് നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരുടെ കഥയാണ്. അവരുടെ സൗഹൃദമാണ് മെയിൻ പ്രമേയം. കോമഡിക്കും പ്രണയത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള അന്ന് നല്ലൊരു ത്രില്ലർ കൂടിയാണ് ക്യൂബൻ കോളനി. മാത്രമല്ല, ഈ മാങ്ങാക്കറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്കമാലിയുടെ ഒരു സ്പെഷ്യലാണ് മാങ്ങാക്കറി. അങ്കമാലിയിലെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് മാങ്ങാക്കറി. അപ്പോൾ അത് ആ മാങ്ങാക്കറിയുടെ മേക്കിങ്ങിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ സിനിമയിൽ കല്യാണത്തിലൂടെ നമ്മളത് കാര്യത്തിൽ അങ്കമാലിക്കാർ പൊതുവെ ഇച്ചിരി അല്പം ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളാണ്. ആ ഒരു കാര്യം, ആ ഒരു അങ്കമാലിയുടെ പ്രത്യേകതകൾ, പ്രാദേശിക വൈവിധ്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പ്രമേയമായിട്ട്. അതെ, തീർച്ചയായിട്ടും അങ്കമാലിയെ കുറിച്ച് തന്നെയാണ്. അങ്കമാലി ഡയറിയിൽ നമ്മൾ കണ്ട അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിലാണ് ഇതിനകത്ത് ചിത്രീകരിച്ചത്. പിന്നെ അങ്കമാലിക്കാർ പൊതുവെ ഭക്ഷണപ്രിയരാണ്, ഞാനും ഭക്ഷണപ്രിയരാണ്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ ചിത്രമാണ്, മനോജിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കളുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാര്യം ഇപ്പോൾ ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചുള്ള കുഞ്ഞു സിനിമകൾ പ്രേക്ഷകർ വലിയ തോതിൽ സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യമാണോ? എങ്ങനെയാണ് അത്തരത്തിൽ ഒരു വലിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാതല്ല. പിന്നെ നമ്മളെപ്പോലെ പുതിയൊരാളുകൾ വരുമ്പോൾ അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. പിന്നെ നമുക്ക് അങ്കമാലി ഡയറി തന്നൊരു ഇൻസ്പിറേഷൻ, ലിജോ ചേട്ടനും ചമ്പചേട്ടനൊക്കെ തന്നൊരു ഇൻസ്പിറേഷൻ, ഇവിടെ അങ്കമാലി തന്നെ പുതിയ ആൾക്കാർ വെച്ച് നല്ല രീതിയിലൊരു പടം ചെയ്യാം എന്നവർ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഇതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ ഈ ജോലികളൊക്കെ, അതായത് നേരത്തെ ഉള്ളതുപോലെ പലരും മുൻഗാമികൾ പലരും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെ താങ്കളുടെ തന്നെ നിയന്ത്രണത്തിലാണുള്ളത്. ഇതിൻ്റെ ശരിക്കും കഥ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി ഇതിൻ്റെ കഥ തയ്യാറാക്കിയിട്ട്. 4 വർഷമായി ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ പുറകിൽ. ഇങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ ചങ്കായിട്ട് കുറേ കൂട്ടുകാർ നിന്നിട്ടുണ്ട്. അതാണ് ശരിക്കും ഈ പടം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരിസ്റ്റോ സുരേഷ് ഏട്ടൻ്റെ ഒരു പാട്ട്, നമ്മുടെ നേരത്തെ ആക്ഷൻ ഹീറോ വിജുവിൽ മുത്തേ പൊന്നെ, അത് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. അതുപോലെ അതൊരു ഫീലുള്ള എന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും അദ്ദേഹം തന്നെ പാടി അഭിനയിക്കുന്ന
നല്ലൊരു ഫീലുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു പാട്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡിന്റെ വെറൈറ്റീസ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പശ്ചാത്തലമൊക്കെയാണ്. അദ്ദേഹം മറ്റെന്തെങ്കിലും റോള് കാര്യമായിട്ട് ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ അതോ ഈ പാട്ടിന് വേണ്ടിയുള്ള പാട്ടിന് വേണ്ടിയിട്ടാണ് സുരേഷേട്ടൻ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടാൻ വേണ്ടിയാണ് സുരേഷേട്ടനെ വിളിച്ചത്. പിന്നെ ആൾ ഭയങ്കര സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ സിനിമയിൽ അത് പാടി അഭിനയിക്കുന്ന ഒരാളെ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ സുരേഷനിലേക്ക് എത്തിയപ്പോൾ സുരേഷേട്ടൻ 100% ഓക്കെ ആയിരുന്നു. ആള് ചെയ്യാൻ നല്ല താല്പര്യം കാണിച്ചു. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കിട്ടി. ഈ ലൊക്കേഷൻ എല്ലാം പൂർണ്ണമായിട്ടും അങ്കമാലി ആയിരുന്നു? സാധാരണ ലൊക്കേഷനുകളൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു അത്? അതിൻ്റെ ഒരു എല്ലാം അങ്കമാലി തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ അങ്കമാലി തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന. അപ്പോൾ നേരത്തെ ലൊക്കേഷനുകളൊക്കെ നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ സീനിലും ഇന്ന ലൊക്കേഷനുകൾ ചെയ്യണം. പിന്നെ നാട്ടിൻപുറം ആയതുകൊണ്ടും അങ്കമാലി ആയതുകൊണ്ടും ആളുകളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടുണ്ടായി, നാട്ടുകാരുടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ലൊക്കേഷനുകളെല്ലാം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി, നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യൂബൻ കോളനി എന്നുള്ളത് അവിടുത്തെ ഒരു ഗ്രാമത്തിന്റെ പേരാണോ? ക്യൂബ എന്ന് പറയുന്നത് പ്രത്യേക പരിചയപ്പെടുത്തൽ മലയാളി പ്രേക്ഷകർക്ക് ആവശ്യമില്ല. ക്യൂബ മുകുന്ദൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നെയുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടാണോ അതല്ല ഈ വിയറ്റ്നാം കോളനിയൊക്കെ പോലെ ഒരു മാസ് പേരായതുകൊണ്ട് സെലക്ട് ചെയ്തതാണോ? ക്യൂബ എന്ന് പറയുന്ന പേരിടാൻ കാരണം ക്യൂബ നമ്മൾ അറിയാം, വലിയ വലിയ അമേരിക്ക പോലത്തെ രാജ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിന്ന ഒരു ചെറിയ രാജ്യമാണ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത്താണ് ഈ 5 ചെറുപ്പക്കാർ ജീവിക്കുന്ന ഈ ക്യൂബൻ കോളനി എന്ന് പറയുന്ന കോളനിയിൽ. അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കും. പുറത്തുനിന്ന് ഒരാൾ വന്ന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂബൻ കോളനി എന്ന് ആ കോളനിക്ക് പേര് കൊടുത്തത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളൊക്കെ പൂർത്തിയായോ? എല്ലാം ഇപ്പോൾ ഡബിങ് പൂർത്തിയായി, അതിൻ്റെ ഫൈനൽ കട്ടിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മാസത്തിനുള്ളിൽ മെയിലേക്ക് സിനിമ റിലീസിങ്ങും കാര്യങ്ങളും കൂട്ടായ്മയുടെ സിനിമ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈ സിനിമയെ പറ്റിയുള്ള ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കാര്യം സിനിമ തന്നെയാണ് സ്വപ്നം. ഇത്രയും കാലം സിനിമയായിരുന്നു, അതിൽ ഒരു സ്വപ്നം ഏകദേശം പൂവണിഞ്ഞു എന്നുള്ള മട്ടിലാണ്. ഇനി അങ്ങോട്ടുള്ള തിയേറ്ററിൽ എത്തുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ക്യൂൻ അങ്ങനെ കുറേ സിനിമകളുടെ വിജയം നമുക്ക് നല്ലൊരു പ്രോത്സാഹനമാണ്. അപ്പൊ നമ്മുടെ സിനിമയും എല്ലാവരും സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. പഴയ ഒരു കൾച്ചറിന് മാറ്റമുണ്ട്. കാരണം കുഞ്ഞു സിനിമകളൊക്കെ, ഒരുപാട് കുഞ്ഞു സിനിമകൾ വലിയ തോതിൽ മലയാള പ്രേക്ഷകർ സ്വീകരിച്ച ഒരു സമയം കൂടിയാണ്. അത്ര ഒരു നല്ലൊരു സമയത്തു കൂടിയാണ് ഈ സിനിമ വരുന്നത്. ആ ഒരു പ്രതീക്ഷ, നല്ല പ്രതീക്ഷ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയാറുണ്ട്, പുതിയ ആളുകളുടെ പടങ്ങളെല്ലാം നല്ല പടങ്ങൾ ഒരുപാട് ഇപ്പം സ്വീകരിക്കണില്ലേ. അപ്പം നല്ലൊരു പോസിറ്റീവ് ടൈമാണ്. എന്തായാലും നമ്മുടെ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യും. ഈ പഴയൊരു കാലത്ത് നിന്നേ മലയാള സിനിമ പഴയൊരു കാലത്ത് നിന്ന് വല്ലാണ്ട് മാറി. കാരണം നേരത്തെയൊക്കെ പൊതുവായിട്ടുള്ളൊരു ഭാഷ സംസാരിക്കുന്ന സിനിമയായിരുന്നു. അതൊക്കെ മാറിയിട്ട് പ്രാദേശിക ഭാഷാ വകഭേദങ്ങളും കൾച്ചറും അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ടുള്ള മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ വന്നു തുടങ്ങി. കാരണം പുതിയൊരു വേവ് ഉണ്ടായതിന് ശേഷം മലയാള സിനിമ അങ്ങനെയുള്ളൊരു കാലത്താണ് നിൽക്കുന്നത്. അതേപോലെയുള്ളൊരു സമീപനത്തെയാണോ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഇഷ്ടപ്പെടുന്നത്? അങ്ങനത്തെ ഒരു സിനിമ, ഒരു പുതിയൊരു മലയാള സിനിമ അങ്ങനെ ഒരു പുതിയൊരു കാലത്തോടുകൂടിയാണ് പോകുന്നത്. ഈ ഒരു രീതി വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നണേ. നമ്മളിപ്പോൾ ഇടുക്കിയിൽ വെച്ച് കഥ പറയുമ്പോൾ ഇടുക്കിയുടെ ലാംഗ്വേജും ഇടുക്കിക്കാരുടെ ജീവിതശൈലികളും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നണേ. ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഇത് ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ജീവനുണ്ടാവും. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഷോർട്ട് ഫിലിമുകളിൽ നിന്നാണോ സിനിമയിലേക്ക് വന്നത്? ഇതിനു മുമ്പ് ചെയ്ത അതല്ലാതെ? അതെ, ആദ്യം FM എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അഗാപ്പ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ ഇതിഹാസം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ സുഹൃത്താണ് ബിനു, അദ്ദേഹം ചെയ്തപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ അവസരം തന്നു. പിന്നെ ന്യൂ ഫിലിം സ്കൂളിലൂടെ പഠിച്ചത്. അപ്പോൾ അത്രയും ഈ വഴികളിലൂടെ വന്നതിൻ്റെ ഒരു ഗുണം ഇപ്പോഴെങ്കിലും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ പാട്ടുകൾ ഒക്കെ മ്യൂസിക് ഒക്കെ ആരാണ് ചെയ്തത്? അതെങ്ങനെയാണ്? DOP അതൊക്കെ ആരാണ് ചെയ്തത്? അതിനെ പറ്റിയൊക്കെ ഇത് അലോഷ്യ കാവുമ്പുറത്ത് എന്ന് പറഞ്ഞ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. വളരെ നല്ല ഒരു കഴിവുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്ന സിനോജ് P. അയ്യപ്പൻ. അതായത് ഇതിഹാസ സ്റ്റൈൽ അങ്ങനെ തുടങ്ങിയ സിനിമകളിലൂടെ വന്ന സിനിമാറ്റോഗ്രാഫറാണ്. എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ സിനോജേട്ടൻ ഇതിൽ ക്യാമറ ചെയ്യാൻ വന്നത് സിനിമയുടെ ഒരു വലിയ ഭാഗ്യം. അതുപോലെ ജോവിൻ ജോൺ, ആളും ഒരുപാട് സിനിമകളിലൂടെ വന്ന് തൻ്റെ സ്കില്ല് തെളിയിച്ച ഒരു എഡിറ്ററാണ്. മനോജ് അങ്കമാലി എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ. പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്ത റൺ രവി എന്ന് പറഞ്ഞ മാസ്റ്ററാണ്.
അതുപോലെ ഇതിൻ്റെ സൗണ്ട് നമ്മൾ ബോംബെയിലാണ്. ബിപിൻ ദേവ് മാസ്റ്റർ പീസിൻ്റെയൊക്കെ മിക്സിംഗ് എഞ്ചിനീയറാണ്. അദ്ദേഹം തന്നെയാണ് മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രേമൻ ചേട്ടൻ, പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ലസിത, ആർട്ട് കൃപേഷ് അയ്യപ്പൻകുട്ടി, അങ്ങനെ ടെക്നീഷ്യന്മാരുടെ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ടീമാണ്. ഇപ്പോൾ ഈ സിനിമയിലെ ഒരു 5 ചെറുപ്പക്കാരുടെ കഥയാണ്. അതിനകത്ത് ജിനോ ജോൺ, അങ്കമാലി ഡയറിയിലൂടെ വന്ന ശ്രീകാന്ത്, അതുപോലെ ഏബിൾ ബെന്നി, പിന്നെ ശ്രീരാജ്, ഗോകുൽ, ഐശ്വര്യ ഉണ്ണി, അനഘ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പേര് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നല്ല കിടിലം പെർഫോമൻസും ഫുൾ നമ്മുടെ ഒപ്പം നിന്ന് ഫുള്ളായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യണ ഫുൾ ടീം, ഡയറക്ഷൻ ടീം, അസോസിയേറ്റ് ഷാജഹാൻ, എല്ലാവരും ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് അവരുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും ശക്തമായ പരിശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ അങ്കമാലി ഡയറീസ് ടീമിൻ്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന നമ്മുടെ ക്യാരക്ടർ പോസ്റ്റർ ലോഞ്ച് ചെയ്തായിരുന്നു. അത് ലിജോ ചേട്ടനും അതുപോലെ തന്നെ വിജയ് ബാബു സാറ്, നമ്മുടെ ആൻ്റണി വർഗീസ് ആക്ടർ, അതുപോലെ കാർണിവലിൻ്റെ CEO ജോസ് സാറ്, അപ്പോൾ അവരൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ലോഞ്ച് ചെയ്ത് തന്നെ. അപ്പോൾ അതുപോലെ ചെമ്പൻ ചേട്ടൻ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴായാലും പടത്തിനെ കുറിച്ച് തിരക്കുകയും ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ അവരെ പോലെയുള്ള വലിയ ആളുകളുടെ ഒരു സപ്പോർട്ടാണ് നമ്മളെപ്പോലെ പുതിയതായിട്ട് വരുന്നവർക്ക് കിട്ടുന്ന ഭയങ്കര പ്രചോദനം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഈ പോസ്റ്ററൊക്കെ അവർ ലോഞ്ച് ചെയ്ത് വന്നപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഭയങ്കര ഭാഗ്യമുള്ളവരാണ്. കാരണം ഇത്രയും സപ്പോർട്ട് കിട്ടാന്ന് പറയുന്നത് അത് അങ്കമാലിയിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ പടത്തിന് ശരിക്കും പറഞ്ഞാൽ അവർ കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്ന ഒരു ഫീലാണ്. ഈ പ്രേക്ഷകരോട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം? ഒരു കുഞ്ഞു സിനിമ, അത് ഒരുപാട് കുഞ്ഞു സിനിമകൾ വലിയ ഹിറ്റായിട്ട് മലയാളത്തിൽ അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച്, ക്യൂബൻ കോളനി എന്ന് പറയുന്ന മനോഹരമായ പേരുള്ള ഈ കുഞ്ഞു സിനിമയെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ക്യൂബൻ കോളനി ചെറുപ്പക്കാരുടെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ക്യൂബൻ കോളനി. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങളുടെ ക്യൂബൻ കോളനി എന്ന് പറയുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഒരുപാട് നന്ദി.